ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു മാളിൽ പോയപ്പം അവിടെ വെച്ച് ഞാൻ എൻ്റെ വിശ്വരൂപം ഒന്ന് കണ്ടു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ടു ഫാറ്റ്, പ്ലെൻറ്റി ഓഫ് ഫാറ്റ്, വല്ലാണ്ടങ്ങ് ഫാറ്റ്. അപ്പോൾ എന്തായാലും ഈ തടി ഒന്ന് കുറയ്ക്കണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എല്ലാ കാര്യത്തിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിന്ന് എടുത്തു. അതായത് ഞാൻ സൗദി പോകുന്നതിന് മുമ്പ് ഞാൻ ഡെയിലി 30 കിലോമീറ്ററൊക്കെ സൈക്കിൾ ഔട്ട് ചെയ്യുന്ന വെച്ചിരുന്നു. ഞാൻ സൗദിയിൽ നിന്ന് വന്നിട്ട് ഇത്ര നാളായി, ഏകദേശം ഒരു 3 വർഷത്തോളം ആവാറായി. ഇന്ന് വരെ ഞാൻ ആ സൈക്കിള് വർക്കൗട്ട് എന്ന രീതിയിൽ പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പഴയ പോലെ ആ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി അങ്ങ് പോയ കഥയാണ്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് 30 കിലോമീറ്ററാണ്. അപ്പോൾ മുമ്പത്തെ പോലെ എനിക്ക് 30 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുമോ, അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നോക്കാം എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന്. ഞാൻ ആലപ്പുഴ ബൈപ്പാസിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് സൈക്കിൾ ഔട്ടാനായിട്ടേ. ഇപ്പുറത്തെ കടൽ, പക്ഷേ ഇപ്പോൾ വെള്ളം കയറിയിട്ടേ വേണ്ട ഒരു സാധനം കാണിച്ചു തരാം. ഇത് കുളമല്ല കഴിച്ചു, ഇത് നമ്മുടെ ആലപ്പുഴയിലെ റെക്രിയേഷൻ ഗ്രൗണ്ടാണ്. ഈ മഴ പെയ്തത് വെള്ളം കയറിയ അവസ്ഥ ഉണ്ടോ? ഗൈസ്, അങ്ങനെ ഈ 30 കിലോമീറ്ററിൻ്റെ ജേണി നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10, 10, 10. അതിൽ ആദ്യത്തെ ഒരു പങ്ക് ഞാൻ കഴിഞ്ഞു. ഇപ്പോൾ ടോട്ടൽ ഞാനൊരു 10.49 കിലോമീറ്റർ കവർ ചെയ്തു. റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയതല്ല, മഴ പെയ്തു. എന്തായാലും മഴ നോക്കി നിന്നിട്ട് കാര്യമില്ല. എന്തായാലും ഇറങ്ങി തിരിഞ്ഞ് കുറച്ച് നനഞ്ഞ് ഇനി എന്തായാലും കുളിച്ച് കയറാം. എന്തായാലും മഴയത്ത് സൈക്കിൾ ഓടുന്നത് നല്ല വൈബായിട്ട്. ഈ ഹെഡ്സെറ്റിനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു, ഫോണിനും പിന്നെ എനിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഒരു പകുതി വരെ എത്തിയിട്ടുണ്ട്. ഒരു 15 കിലോമീറ്ററോളം ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഈ ഒരു പോയിൻ്റ് കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടായി. ഏകദേശം പാരലലാണ്. ഞാൻ തുടങ്ങിയെടുത്തുനിന്ന് ഏകദേശം പാരലായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഒരു 15 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. ഗൈസ്, അങ്ങനെ മഴയുടെ ആ ഒരു മൂടിക്കെട്ടൊക്കെ പോയിട്ട് ഇപ്പം സൂര്യൻ വന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെ വന്നുകൂടെ. അങ്ങനെ നമ്മുടെ ഈ ഒരു 30 കിലോമീറ്റർ ടാസ്ക് ഞാൻ നേരത്തെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തെ പാർട്ട് 10 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പം രണ്ടാമത്തെ പാർട്ടായി 20 കിലോമീറ്ററും കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പം 23 സംതിങ് എന്തോ ആയിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് 30 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഐ തിങ്ക് ഐ ക്യാൻ സ്റ്റിൽ ഡു മോർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര പോകാൻ പറ്റുമോ അത്രയും ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. ഓക്കെ, ഞാൻ മുമ്പ് നമ്മുടെ ഇവിടെ എവിടെയായിരുന്നു, കലൂരിലേക്ക് ടേൺ ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്, മണ്ണഞ്ചേരിയോ മുഹമ്മയെന്നോ കണ്ടോ. അപ്പം അവിടെ നിന്ന് ടേൺ ചെയ്ത് അകത്തോട്ട് കയറി തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ കറക്റ്റ് 30 കിലോമീറ്റർ ആവും. പക്ഷെ ഞാൻ ആ ഒരു വഴി എടുക്കാതെ സ്റ്റിൽ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. നൗ ഐ ആം പോയിൻറ്റിങ് ടു തണ്ണീർമുക്കം. തണ്ണീർമുക്കത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്കൊന്ന് പോവാം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്ര കിലോമീറ്റർ വരുമെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഒരു 50 കിലോമീറ്റർ ചിലപ്പോൾ ഇന്ന് കവർ ചെയ്യുമായിരിക്കും. അടുത്ത മഴയും പെയ്തു. മര്യാദയ്ക്ക് അങ്ങനെ അങ്ങ് വീട്ടിലോട്ട് പോയാൽ മതിയായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഈ മഴയും കൂടെ കൊണ്ട് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ മഴയത്ത് സൈക്കിൾ ഓടുന്നൊരു പ്രത്യേക വൈബാട്ടോ. ആകപ്പാടെ കയറേണ്ടത് ഫോണും ഹെഡ്സെറ്റും, അത് മാത്രമുള്ള എൻ്റെ ഒരു ടെൻഷൻ. ബാക്കിയെല്ലാം ഐ ആം എൻജോയിങ്. അങ്ങനെ നമ്മളിപ്പം തണ്ണീർമുക്കം ബണ്ട് എത്തി. ഓക്കെ, ഏകദേശം ഒരു 34 കിലോമീറ്റർ ആയിട്ടുണ്ട് തണ്ണീർമുക്കം ബണ്ട് എത്തിയപ്പോഴത്തേക്ക്. ഓക്കെ, ഐ തിങ്ക് ഐ ക്യാൻ സ്റ്റിൽ ഡു മോർ, ബട്ട് ക്ലൈമറ്റ് ഈസ് നോട്ട് അലൗവിങ് മീ ടു ഡു മോർ. വാട്ട് കാൻ ഐ ഡു മോർ? അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാം. എനിക്ക് ചെറുതായിട്ട് തോന്നിയതാണ് ഈ ഒരു ട്രിപ്പിലങ്ങ് നേരെ ഒരു 100 കിലോമീറ്റർ അങ്ങ് എടുത്താലോ. പക്ഷെ എന്തായാലും ഈ ഒരു ക്ലൈമറ്റ് നടക്കത്തില്ല. ബട്ട് ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ഡു 100 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി തിരിച്ച് നേരെ ചേർത്തലയിലോട്ട് പോവാം. ഓക്കെ, ചേർത്തല വഴി ആലപ്പുഴയിലേക്ക് വീട്. അങ്ങനെ നമ്മളിപ്പോൾ അറൗണ്ട് ഒരു 44 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പഠിച്ച കോളേജ് സെൻറ്റ് മൈക്കിൾസ് കോളേജ് ചേർത്തല, അവിടെയായിരുന്നു ഞാൻ പഠിച്ചത്.
പഠിച്ചിറങ്ങി വിത്ത് 11 സപ്ലി എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ? നീ പിടിച്ച് തള്ളല്ലേ? ഓഹോ, അപ്പൊ ഇവനായിരുന്നല്ലേ ഡ്രൈവർ? അവന് വിശക്കണുണ്ടാവും മുതലാളി. പാവം, പറയാനറിയാൻ പാടില്ലല്ല. അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ചു കയറ്റായിരുന്നാ മതി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? ഞാനിന്ന് ഈ ഒരു ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി കയറി ഇപ്പം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു ബീഫ് ഫ്രൈ, 3 പൊറോട്ട, പിന്നെ എന്താ പറയുക, ഒരു കട്ടൻ കാപ്പി, ഇത്രയും ഞാൻ മേടിച്ചു അവിടെ നിന്ന്. മേടിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനവിടെ ബില്ല് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്ക് അവിടെ അയാൾ 170 രൂപയെന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് ആസ് യൂഷ്വൽ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് നമ്മൾ മിക്കവരും അങ്ങനെ പേ ചെയ്തിട്ടങ്ങ് ഇറങ്ങും, അവർ പറയുന്ന ആ ഒരു എമൗണ്ട് കേട്ടിട്ടെ. അപ്പം ഇത് ഒട്ടുമിക്ക ഹോട്ടലിൽ ഇപ്പം നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തന്നെ ഇതിപ്പോൾ 2-3 തവണ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനവിടെ പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഇതിൽ ഞാൻ സ്കാൻ ചെയ്ത് പൈസ അങ്ങ് അയച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളോട് ചോദിച്ചു എത്ര രൂപയാണ് ചേട്ടാ ഈ ബീഫ് ഫ്രൈക്ക് എത്രയാണ്? അയാൾ പറഞ്ഞാൽ 120 രൂപ. ഓക്കെ, പൊറോട്ടയ്ക്ക് എത്രയാണ്? 10 രൂപ. 3 പൊറോട്ടയ്ക്ക് 30 രൂപ. 150. കട്ടൻ കാപ്പി എത്ര? കട്ടൻ കാപ്പിക്ക് 10 രൂപ. 160 ആവുന്നുള്ളൂ. അപ്പോൾ ഈ 10 രൂപ, ബാക്കി 10 രൂപ പോയി 170 അയാൾ എൻ്റെ അടുത്ത് മേടിച്ചത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ 10 രൂപയുടെ ആ ഒരു ഗ്യാപ്പല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിട്ട് കളയും. ഇതേപോലെ ഒരു 10 പേരോട് കടന്നു കഴിഞ്ഞാൽ അതിന് 100 രൂപയായി. ഒരു 20 പേരോട് കാണിച്ചാൽ അത് 200 ആയി. ഒരു 100 പേരോട് കാണിച്ചാൽ അതൊരു 1000 ആയി. അങ്ങനെ ഒരു മാസം ഇതൊരു 10,000 പേരോട് കാണിച്ചു കഴിഞ്ഞാൽ അത് 1,00,000 രൂപയായി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുക ഗൈസ്. അങ്ങനെ നമ്മുടെ ചംക സൂരജ് വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. സത്യം പറഞ്ഞാൽ വെയിലത്ത് സൈക്കിളോട്ടം ഭയങ്കര മടുപ്പാടി. മഴ തന്നെ മതിയായിരുന്നു. ഓക്കെ, സോ ഗൈസ്, ഞാനിപ്പം 50 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം എവിടെയോ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സൈൻ ബോർഡ് നോക്കിയപ്പോഴത്തേക്ക് ആലപ്പുഴയ്ക്ക് 10 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ട്രിപ്പ് മിക്കവാറും 50+ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പ് സൂര്യനെ കണ്ടതാണ്. ഇപ്പോൾ അതാണ്ട് പിന്നെയും ഇരുട്ടിയിട്ട് വരുന്നുണ്ട് മഴ. ഇത് ഒരിടത്ത് ഉറച്ചു നിൽക്കത്തില്ലെന്ന് തോന്നി കാലാവസ്ഥ. എന്തായാലും മഴ തന്നെയാണ് നല്ലത്. വെയിലത്ത് സൈക്കിളോട്ടാണ് കുറച്ച് മടിയ. ഇത് വയ്യ ചൂടത്ത് സൈക്കിളോട്ട്. ഇപ്പം നേരെ വീട്ടിലോട്ട് പോകും. ഇപ്പം ഞാൻ കലൂർ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളു വീട്ടിലോട്ട്. ഗൈസ്, ഈ സൈക്കിൾ ഓട്ടാണ്ട് പറ്റിയ ക്ലൈമറ്റ് ഏതാണെന്ന് വെച്ചാലേ ഇതാണ് ആ ക്ലൈമറ്റ്. അതായത് ഇങ്ങനെ മൂടിക്കിടക്കണം, മഴയും പെയ്യരുത് വെയിലും അടിക്കരുത്, അതിങ്ങനെ കിടക്കണം. ഇതാണ് പറ്റിയ ക്ലൈമറ്റ്. ഈ ഒരു ക്ലൈമറ്റ് ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സുഖമായിട്ടൊരു 100 കിലോമീറ്ററൊക്കെ പോയിട്ട് വരാം. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. 58.58 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി. 30 കിലോമീറ്ററിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ 58.58 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി വീട്ടിൽ വന്നു. പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല. എങ്ങനെ എവിടെ നടന്നിട്ട്? ഞാൻ എത്ര കിലോമീറ്റർ ചവിട്ടിയെന്ന് അറിയാമോ? എത്ര കിലോമീറ്റർ ചവിട്ടി? നിങ്ങൾ പറ. ഞാൻ എത്ര കിലോമീറ്റർ ചവിട്ടി വന്നാണ്? അല്ല, പറ എത്ര? 30 കൂടുതൽ? 30 അല്ല, 58.6 കിലോമീറ്റർ ചവിട്ടി ഞാൻ. ആ ആ അപ്പോൾ പൊറോട്ട ബീഫും കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്ത് ഇത് കുഴിമന്തിയാ? അങ്ങനെ 30 കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഞാൻ 58 കിലോമീറ്റർ ചവിട്ടി. ഇതാണ് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക് റീഡിങ് ഈ ഒരു ട്രിപ്പിൻ്റെ. ഏകദേശം 2000-ഓളം കണ്ട കലോറീസ് കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൊറോട്ട ബീഫ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ശരി എന്നാൽ.